ഇടുക്കി ജില്ലയിലെ വാഗമൺ ടൗണിൽ നിന്ന് കൊട്ടമല ഉപ്പുതറ റൂട്ടിലൂടെ ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്പോട്ടിൽ നിന്നും വിൻഡി വാക്ക് ട്രെക്കിംഗ് എന്ന് പേരിട്ടിട്ടുള്ള വാഗമനത്തിലൂടെയുള്ള ട്രെക്കിങ്ങിൻ്റെ യാത്രാ വിവരണമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കോട്ടയത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ട്രെക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ സമയം കണ്ടുപിടിച്ച് അങ്ങോട്ട് തന്നെ അങ്ങ് പോയി. ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായുള്ള കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് ആണിത്. ആനയൊക്കെ എളുപ്പത്തിലും അത്യാവശ്യം അടുത്തും കാണാൻ പറ്റുന്ന ട്രെക്കിംഗ് ആണിത്. അങ്ങനെ ഞാൻ ട്രെക്കിംഗ് ടിക്കറ്റ് എടുക്കേണ്ട അവിടെ എത്തി. UPI വഴി മാത്രമേ ടിക്കറ്റ് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ദിവസം മുമ്പ് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമേ ഗൈഡൊക്കെ റെഡിയായിരിക്കുള്ളൂ. ട്രെക്കിങ്ങിന് മിനിമം 6 പേര് വേണം. 6 പേര് കൂടെ ഇല്ലെങ്കിൽ അത്രയും പേരുടെ പൈസ ഒരുമിച്ചടച്ച് നമുക്ക് ട്രെക്കിങ്ങിന് പോകാൻ പറ്റും. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രെക്കിംഗ് ചെയ്യാൻ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു ഭാര്യയും ഭർത്താവും പിന്നെ മലപ്പുറത്ത് നിന്ന് 4 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് ഗൈഡുമായി ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. ആദ്യം ഒരു ചെറിയ ടീ എസ്റ്റേറ്റ് വഴിയൊക്കെ നടന്ന് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് കാട്ടിലേക്ക് കടന്നത്. കാട് എന്നൊക്കെ പറയുമ്പോൾ കൊടും കാടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി പേടി മാറി. മുന്തിരിപ്പാറ, മഞ്ഞൾ നിരപ്പ്, ചില്ലള്ളുപാറ, ഈറ്റക്കെട്ട്, ആനമല എന്നിങ്ങനെ 5 മലകൾ കയറി വേണം നമ്മുടെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. ആദ്യത്തെ സ്പോട്ടായ മുന്തിരിപ്പാറയിൽ നിന്നുള്ള സുന്ദരമായ കാഴ്ചയാണിത് കേട്ടോ. ഓരോ മല കയറി ഇറങ്ങുമ്പോഴും കൂടെയുള്ള ഗൈഡ് അതിനെപ്പറ്റിയൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കതൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഞാൻ നടന്ന് അവരുടെ അടുത്തെത്തുമ്പോഴേക്കും അവർ കഥയൊക്കെ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും. എനിക്ക് അത്രയ്ക്ക് സ്പീഡാണ് നടക്കാൻ. പിന്നെ വിശ്രമിക്കുന്ന സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അല്ലെങ്കിലും ഒറ്റയ്ക്ക് പുറകെ നടക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ ജർമ്മൻകാർ അത്രയ്ക്ക് ശരിയല്ല. അവരിടയ്ക്ക് വന്ന് ഓരോ സംശയമൊക്കെ ചോദിക്കും. ജർമ്മൻ ചേട്ടൻ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല. പക്ഷേ ജർമ്മൻ ചേച്ചിയാണ് പ്രശ്നം. ഞാൻ നടന്നണച്ച് നിൽക്കുമ്പോൾ പുള്ളിക്കാരി എന്നോട് വന്ന് ചോദിക്കുക, ഹൗ വാസ് ദിസ് മൗണ്ടൻ ഫോംഡ് എന്ന്. ഇതിനെപ്പറ്റി ഞാൻ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചായിരുന്നോ? ഇത് പഠിപ്പിച്ച സബ്ജക്റ്റിൻ്റെ പേരെന്താ എന്നുപോലും ഓർത്തെടുക്കാൻ പറ്റാതെ വണ്ടറടിച്ച് നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്ത ചോദ്യം, വാസ് ദിസ് ഫോംഡ് ബൈ ഹ്യൂജ് വോൾക്കാനോ എക്സ്പ്ലോഷൻ? പകച്ചുപോയി ഞാൻ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഒപ്പിച്ച് രക്ഷപ്പെട്ടു. അതൊക്കെ വേറൊരു കഥ. നടന്നു പോകുന്ന വഴി കല്ലുകൊണ്ട് ആരോ കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എന്നിട്ട് വീണ്ടും നടന്നു. പോകുന്ന വഴിയൊക്കെ ആനപ്പിണ്ടമൊക്കെ കാണും. ഫ്രഷായിട്ടുള്ള പിണ്ടമൊന്നും അല്ലെങ്കിലും അടുത്ത് വല്ലതും ആനയുണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ എന്നെ ഗൈഡ് വിളിച്ചു. ഇപ്പോൾ പുല്ല് കുറച്ച് ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് ആന ഇവിടെ ഈ സമയത്ത് വരില്ല. നല്ല തണുത്ത നനവോട് കൂടിയുള്ള പുല്ലാകുമ്പോൾ അത് കഴിക്കാനാണ് ആന വരുന്നത്. അപ്പോൾ പുല്ലിന് വേറൊരു രുചിയായിരിക്കും. അതാണ് ആനകൾക്കിഷ്ടം എന്ന് എന്നോട് ഗൈഡ് പറഞ്ഞു. അപ്പോൾ ആന അടുത്തൊന്നും കാണില്ല എന്ന് സന്തോഷിക്കാൻ പോയപ്പോഴാണ് ഗൈഡ് വേറൊരു കാര്യം പറഞ്ഞത്. പുള്ളി ഇപ്പം എന്നോട് പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ ജർമ്മൻകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ എന്തൊക്കെയോ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. രാവിലത്തെ 8 മണിക്കുള്ള ട്രെക്കിംഗ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാവിലത്തെ കാലാവസ്ഥയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. ജനുവരി ആദ്യത്തെ ആഴ്ചയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് മഞ്ഞിന് പകരം വെയിലും നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പുതിയ സ്ഥലമൊക്കെ കാണാൻ പോകുമ്പോൾ ഒരുപാട് മഞ്ഞ് മൂടി കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഭംഗിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല,
ഒന്നും ശരിക്കും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ചിലപ്പോൾ നല്ല സുന്ദരമായ ദൂരക്കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും, അതെല്ലാം ഈ മഞ്ഞിൽ മൂടി അങ്ങ് പോകും. ഈ ട്രെക്കിംഗ് അതുപോലത്തെ ഉള്ള ഒരു സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഞങ്ങൾ നടക്കുന്നത് കൊടും വനത്തിലൂടെ ഒന്നുമല്ല. നടക്കുന്ന വഴി മൊട്ടക്കുന്ന്, ഇല്ലിക്കക്കല്ല്, ആനമുടി, പിന്നെ ഇടുക്കി ഡാം റിസർവോയർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല, നല്ല മഞ്ഞും മഴയൊക്കെ ആണെങ്കിൽ ട്രെക്കിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്താനും സാധ്യതയുണ്ട്. പക്ഷേ നല്ല പച്ച പിടിച്ച രൂപത്തിൽ ഇവിടം കാണാൻ വേറൊരു ഭംഗി തന്നെയായിരിക്കും. അതുപോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിച്ച് വരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഓരോ മലയും കടന്നാണ് വന്നത്. ഈ ട്രെക്കിംഗ് ആർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെയും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. നടന്നു കയറാൻ പറ്റുന്ന എല്ലാവർക്കും ഈ ട്രെക്കിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ ഗൈഡിനോട് ആനയെ കാണാൻ പറ്റുമോ, ഇവിടെ പുലിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പുലിയൊന്നും ഇവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് ഗൈഡ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ആനയെ കാണണം എന്നൊരു ചെറിയ ആഗ്രഹം പോലും ഇല്ലായിരുന്നു. വേറെ ഒന്നുമില്ല, ഇതൊക്കെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഗൈഡ് പറഞ്ഞേക്കുന്നത് ഗൈഡിൻ്റെ കൂടെ ഓടിക്കണം എന്നാണ്. ആനയെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഗൈഡ് ഉറപ്പിച്ചു പറഞ്ഞത്. ഈ സമയങ്ങളിൽ നമ്മൾ നടക്കുന്ന മലയിൽ വന്നില്ലെങ്കിലും താഴെയുള്ള ഉൾക്കാടുകളിലോ അതിനു ചുറ്റുമുള്ള മലകളിലോ ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. എനിക്ക് ശല്യം ഉണ്ടാകാതെ ഇരിക്കാൻ ജർമ്മൻകാരിയെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ അവരായി അവരുടെ പാടായി. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ജർമ്മൻകാരി നല്ല പച്ച മലയാളിയായി. രാത്രിയിലെ കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന കാര്യമൊക്കെയായി അവരുടെ വർത്തമാനങ്ങൾ. അങ്ങനെ നടന്ന് അവസാനത്തെ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എല്ലാം കാണാം. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ വിശ്രമിച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്തു നിന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ദൂരെ കാണുന്ന മലയിൽ ആന നിൽക്കുന്നുണ്ട് എന്ന്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ആനയാണോ എന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല. നല്ല ദൂരെ ആയതുകൊണ്ട് ആർക്കും വ്യക്തമായി കാണാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ കയ്യിൽ സൂം ചെയ്യാൻ പറ്റുന്ന ലെൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും കാണാൻ വഴിയില്ലായിരുന്നു. പിന്നെ ക്യാമറയിലെ ഡിജിറ്റൽ സൂം ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായി കാണാൻ സാധിച്ചു. കൂടെ വന്നവർക്കും ഞാൻ ആനകളെ കാണിച്ചു കൊടുത്തു. ജർമ്മൻ ചേട്ടനും ജർമ്മൻ ചേച്ചിയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. 8 കിലോമീറ്റർ ദൂരമുള്ള ട്രെക്കിംഗ് ആയിരുന്നു ഇത്. ഇനി ഇത് തിരിച്ചിറങ്ങണം. ഏകദേശം 3 മണിക്കൂർ എടുക്കും ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. തിരിച്ചു പോകുന്ന വീഡിയോ ഞാൻ എടുത്തില്ല.
ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട നല്ല ദൃശ്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് തിരിച്ചു നടന്നു. തിരിച്ച് ടിക്കറ്റ് കൗണ്ടർ എത്തിയപ്പോഴേക്കും എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ നല്ലൊരു ട്രെക്കിംഗ് ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.